ഓരോ നിമിഷവും ആ ജീവന്റെ തുടിപ്പ് അവശേഷിക്കുന്നുണ്ടോ എന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് എല്ലാവരും. നമുക്ക് ഇത് തന്നെ നോക്കാം. അതായത് പുഴ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പുഴയിൽ നിന്ന് കരയിലേക്കുള്ള ദൂരം, പുഴയുടെ ആകെ വീതി എന്ന് പറയുന്നത് ഏകദേശം 210 മീറ്ററിലധികമാണ് ഈ പുഴയുടെ വീതി. അവിടെ ഈ മൺതിട്ടകൾ കാണുന്ന പ്രദേശത്താണ് അവസാനമായി സിഗ്നൽ ലഭിച്ചത്. ഈ കരയിൽ നിന്നുള്ള ഏകദേശം 40 മീറ്റർ ചുറ്റളവിനുള്ളിൽ ഈ ലോറിയുടെ സാന്നിധ്യം, അല്ലെങ്കിൽ ലോറിയുമായി സമാനമായ മറ്റെന്തെങ്കിലും സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ആ പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ 1, 2, 3 മൺതിട്ടകളാണ് ഈ പ്രദേശത്ത്, ഈ ഒറ്റ മേഖലയിൽ മാത്രം കാണപ്പെടുന്നത്. ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏത് മൺതിട്ടയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും ഈ കരയിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് 40 മീറ്ററാണ്. ഈ പുഴയുടെ ആകെ വീതി എന്ന് പറയുന്നത്, ആകെ നീളം എന്ന് പറയുന്നത് 150 കിലോമീറ്ററാണ്. ഇത് കടലിനോട് ചേരുന്ന ഭാഗത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വിസ്താരത്തിലും കൂടുതൽ ഒഴുക്കിലും പോകുന്ന ഒരു പുഴയാണ്. ഏകദേശം 40 അടിയിലേറെ ആഴ്ച ഈ മേഖലയിൽ ഉണ്ട് എന്നാണ് അവിടെയുള്ളവർ പറയുന്നത്. ഈ മേഖലകൾ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, ആദ്യ ദിവസങ്ങളിൽ മണ്ണ് മൂടിക്കിടന്ന പ്രദേശമായിരുന്നു. അവിടെ നിന്നുള്ള മണ്ണ് ഈ പുഴയുടെ ഈ ഭാഗങ്ങളിൽ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ നസ്ര ടീമംഗങ്ങളടക്കം, നസ്രയുടെ രക്ഷാപ്രവർത്തകരടക്കം പറയുന്നത് ഈ ഭാഗത്ത്, ഇവിടെയായിരുന്നു കടയൊക്കെ ഉണ്ടായിരുന്നത്, ലക്ഷ്മണന്റെ കടയൊക്കെ ഉണ്ടായിരുന്ന ഈ മേഖലയിലാണ്, ഈ ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് കൊണ്ടിട്ടിരിക്കുന്നത്. ആ മേഖലയിൽ ലോറി ഉണ്ടാകാമെന്നൊരു സംശയം കൂടി ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായിരുന്നാലും അതീവ ദുഷ്കരമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഗംഗാവലി പുഴ എന്ന് പറയുന്നത് അത് അതിൻ്റെ തീവ്ര സ്വഭാവത്തിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുത്തി ഒഴുകുന്ന സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനം പോലും ദുസ്സഹമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്.